ജോലി ചെയ്യുക, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ സ്ട്രീമിങ് ഇങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഒരു നല്ല ഓപ്ഷനാണ്. മനസ്സിലായോ? സോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ആംസ്റ്റർ കോമ്പാക്റ്റ് ഉണ്ട്. അയ്യോ, അത് തോണ്ടിയിരിക്കുന്നവന്മാർ ഒരു സമയത്ത് ആംസ്റ്റർ കോമ്പാക്റ്റിനെയൊക്കെ പറ്റി പറഞ്ഞാലേ മറ്റേ എടാ നിനക്ക് എന്തെങ്കിലും അറിയോ, ബിറ്റ് കോയിൻ വന്നപ്പോൾ മറ്റേ മേടിക്കാത്ത നീയല്ലേ, നിനക്ക് ഇത്ര ഇതൊക്കെ ഉണ്ടായത്, നീ എന്താണ് ബിറ്റ് കോയിൻ മേടിച്ച് വെക്കാഞ്ഞെന്നൊക്കെ പറഞ്ഞ പിള്ളേരൊക്കെ ഉണ്ട്. ആംസ്റ്റർ കോമ്പാക്റ്റിനെ പറ്റി ഒന്നും നെഗറ്റീവ് പറഞ്ഞൂടാ. എൻ്റെ പൊന്നോ, പിള്ളേർ കയറി ഇതാക്കി കളയും കേട്ടാ. ഇവിടെ എന്ത് വന്നപ്പോഴും അടിയോ? ഈ ഹെൽമെറ്റ് ബഗ് ഇതുണ്ടോ? ഞാൻ എൻ്റെ പി എല്ലിൻ്റെ ആണോ? എൻ്റെ പി എല്ലിൻ്റെ ആണ്. അപ്പോൾ എനിക്ക് ഇന്നും പി എല്ലാണ്. T/ ഹെൽമെറ്റ് അടിക്കും, ഉടുത്ത് കളയും. അതെ സത്യം. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. വെൽക്കം ബാക്ക്. ഇന്ന് റേഡിയോയിൽ ആരാണോ ആദ്യം വരുന്നത് അവരുമായിട്ട് ആർപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഇന്ന് എല്ലാവരും വാല ടൂർണമെൻ്റ് ആയതുകൊണ്ട് സിറ്റിയിൽ ആരെങ്കിലും ഉണ്ടാവുമെന്ന് അറിയത്തില്ല. നമുക്ക് ഉണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി ഡിസ്കോഡ് എല്ലാം നോക്കാം. സിറ്റിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നോക്കട്ടെ. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഇതുണ്ടോ ഞാൻ ഓക്കെ. റാൻഡം ആർപി ആരെല്ലാം വരുന്നത് നോക്കട്ടെ. ആരെയും കാണുന്നില്ല സിറ്റിയിൽ. അവൻ നമ്പർ 1 വ്യക്തിയാണ്. അവൻ നമ്പർ 1. ഹലോ ഹലോ മറ്റേ സംസാരിക്കാൻ പറ്റാത്ത ആളല്ലേ? അതെ, അവൻ തന്നെ. ബ്രോ, അത് ഗ്യാങ് ഹൗസ് ആണ്. ഗ്യാങ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് പോണേ കേട്ടോ. ഗ്യാങ് ഹൗസ് ആണ്. പേടിപ്പിച്ചിടാ. റാൻഡോ ആർപി. ഹലോ ബ്രോ, ഞാനും കൂടെ വരട്ടെ. എങ്ങോട്ട്? ചുമ്മാ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോവാണോ? നമ്മളിവിടെ 2-3 പേരെ കൊന്നിട്ട് വരിക. എന്നാ മച്ചാനും പോലും നമുക്ക് ഇവിടെയൊക്കെ അല്ലെ തോക്കില്ലേ? AP-15 ഇല്ലേ കയ്യില്? എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ല സത്യം പറഞ്ഞ. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഇതുണ്ടോ? ഇതൊക്കെ ഞങ്ങൾ വെടിയിച്ചിട്ടാ പറയാം. മച്ചാന്റെ പേരെന്താണ് ഈ വണ്ടി ഇരിക്കുന്ന അച്ഛൻ്റെ? എൻ്റെ പേര് പരിന്തോസ്. അടിപൊളി. മച്ചാനെ ഈ മച്ചാനാട്ടോ നിങ്ങളെ കൊല്ലണം പറഞ്ഞ നടന്ന പേര് പരിന്തോസു. പ്രശ്നമില്ല. നമ്മളൊക്കെ കൊല്ലണമെങ്കിൽ നീ ഇതാ ഇങ്ങനെ തൊടണം പരിന്തോസനെ. കേട്ടടാ? മനസ്സിലാടാ നിനക്ക്? ഹലോ കേട്ടോ? എനിക്കിവിടെ ഒരു ബാക്കപ്പ് ഇല്ലാത്ത ആളാ. അയ്യോ, ഞങ്ങള് സിറ്റിസണാ. ഞങ്ങള് വേറെ നമ്മളിങ്ങനെ കണ്ട ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് നമ്മളങ്ങ് ഓടും. ഇതാണ്ട് ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ ചുമ്മാ കിടക്കുന്നുണ്ട്. നിങ്ങൾ ഈ വണ്ടി ഒരാൾ ഇറങ്ങിയിട്ട് ആ വണ്ടി എടുത്ത് നമ്മൾ എടുത്തിട്ട് വരും. 2 പേര് ഇറങ്ങി. മണ്ടന്മാരാണ്, പത്തിന്റെ കാര്യമില്ല. ലോക്കറാണാ ഇത്രയും വലിയ ബുദ്ധി ഇല്ലാത്തവൻ. മണ്ടന്മാരെ ലോക്കറാണെങ്കിലും റേഡിയോ പറയണ്ടേ? ബുദ്ധിയില്ല, വിവരവും ഇല്ല. നീ പോയി കുനിഞ്ഞേക്ക്, അപ്പൊ തരും കുറവുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. അടിയാണ് ഇവിടുത്തെ വിഷയമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒതുക്കിയാൽ ഞാൻ മറ്റേ അരിഷ്ടവും കഷായം ഒക്കെ ഒന്ന് കുടിക്കായിരുന്നു. അത് വണ്ടി ഇരുന്ന് കുടിക്കാൻ പറ്റും. അല്ല സാധനം എന്തിലുണ്ട്. പിന്നെന്താണ്? അല്ല, ഞാനൊന്ന് റീഫ്രഷ് സ്കിന്നൊക്കെ അടിച്ചിട്ട് ഇതാക്കാന്ന് വിചാരിച്ചു. അതൊന്നും പ്രശ്നമില്ല മച്ചാനെ. ഇവിടെ ഹെൽമെറ്റ് ഒന്നും വേണ്ട. ഇവിടെ 2 HP പരിപാടി. അല്ല, എന്റെ ചോദ്യം ഇതാണ്. ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാവാൻ എന്താണ് പ്രശ്നം? അതാണ് എനിക്കറിയുന്നത് തന്നെ. ഒരുത്ത വന്നിട്ട് ഞങ്ങൾ എടുത്ത് പറഞ്ഞു അവിടെ ഡ്രസ് വളി വിടാൻ പറഞ്ഞു. വലിച്ചോളാൻ. അപ്പൊ അവൻ ഇന്ന് പോയടാ ചെറുക്കാൻ എടുത്ത് പോയി. അപ്പൊ ഞങ്ങൾ അത് ചോദിക്കാൻ പോയത് അവര് വാണിജ്യർ തന്നു. അതാണ് ഞങ്ങൾ എല്ലാവരും
സിറ്റിയിൽ 4-5 ദിവസമായിട്ട് ഈ വളിക്കേസിലാണ് ഞാനിപ്പോ ഇടപെട്ടിരിക്കുന്നത്. എന്നിട്ട് പ്രശ്നമില്ല, നമ്മള് മച്ചാന്റെ പേരാണ് പറഞ്ഞത്, അപ്പൊ പ്രശ്നമില്ല. മച്ചാന്റെ സിറ്റിസൺ അല്ലേ, എന്തുണ്ടെങ്കിലും നമ്മളെ വിളിച്ചാൽ മതി. 2255. ഞാനൊരു കാര്യം പറയട്ടെ? നിങ്ങൾക്കൊക്കെ ഇവിടെ ഫാമിലി ഒക്കെ ഉണ്ടോ? ഇല്ല, ഞങ്ങളൊക്കെ സിറ്റിസൺ. ഇല്ല, നിന്റെ സംസാരം കേട്ടാൽ അറിയാം നിനക്കൊക്കെ ഫാമിലി ഉണ്ടോ, എനിക്ക് ഉറപ്പാണ്. എന്റെ പൊന്നു വെച്ചാല് നമ്മളൊക്കെ സിറ്റിസൺ എന്റെ പൊന്നു വിശ്വസിച്ചാൽ വെച്ചാല് അല്ലടാ മാക്സ്. ഓടിക്കുന്നതിന്റെ പേരെന്തിര്? എന്റെ പേര് മാക്സ് ബില്ലി. മാക്സ് ബില്ലി. മാക്സ് ബില്ലി. ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. എന്റെ പേര് ഭാസ്കരൻ. എന്റെ പേര് ഭാസ്കരൻ. പുറകെ ഇരിക്കുന്നതിന്റെ ഒരു ഇപ്പോഴേ കുശലൻ. തോന്നി. എല്ലാം പറയുന്നത് ഇങ്ങനെ ആലോചിക്കല്ലേ? നല്ല അവൻ മറ്റേതാ, അവൻ 9167. ഇത് ഞാൻ നേരത്തെ മച്ചാന്റെ അടുത്തൊരു കാര്യം പറഞ്ഞത്, മണ്ടന്മാരാണ് ഇവന്മാരെ കൊണ്ടൊക്കെയാണ് ഞാൻ ഈ സിറ്റി നടക്കണം. ഞാൻ എന്ത് ചെയ്യാനാണ്? ഏറ്റവും വലിയ മണ്ടൻ. ഗൈസ്, ഇത് കുറവാണോ എന്റെ മൈക്കിന്റെ സൗണ്ട്? നിക്ക് ഞാൻ കുറച്ച് ഗെയിൻ കൂട്ടിയിടാം ഗൈസ്. ഒരു മിനിറ്റ്. എഡിറ്റ് ഫിൽറ്റർ ഗെയിൻ ഞാൻ കുറച്ച് ഗെയിൻ കൂട്ടിയിട്ട് തരാം. 5 പതറൽ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കി ആ മനുഷ്യൻ പോയി. എടാ നമുക്ക് പുതിയൊരു കമ്പനി കിട്ടി മോനെ. എടാ സീൻ പുതിയൊരു കമ്പനി നമുക്ക് പുതിയ ഒരാളെ കിട്ടിയിട്ടുണ്ട് വള്ളി പിടിക്കാൻ. നമ്മുടെ ഗ്യാങ്ങിൽ കയറ്റാ, ത്രീസത്തിൽ കയറ്റാ, ത്രീസമ്മിൽ കയറ്റാ. നമുക്ക് ഇങ്ങനെ അത് നമ്മുടെ ത്രീസം ബോയ്സ് എന്നാണ് നമ്മുടെ ആരൊക്കെയാണ് വിളിക്കണത്? മച്ചാന് അച്ഛനെന്ന പേര് എന്തോ കേട്ടില്ല. എനിക്ക് പേടിയോ ബ്രോ? എന്നെ തന്നെ ചോദിക്കാൻ വരെ ആരും ഇല്ല വേറെ. പിന്നെ ഞങ്ങളെ തന്നെ ചോദിക്കാൻ എന്തൊക്കെയാ പറയണേ? അച്ഛനെ ഈ പുറകെ ഈ ഭാസ്കരന് പറയുന്നവനുണ്ടല്ലോ, ലോകത്തിൽ കണ്ട ഏറ്റവും വലിയ കഴിവേറിയാണ്. ബുദ്ധിയില്ല, വിവരമില്ല. എടാ കഴിവേറി പിന്നെ ഞങ്ങള് ത്രീസത്തിൽ കയറ്റി എന്താന്ന് വെച്ചാല് ഇവന് മറ്റേ ഇത് സംഭവം കഴിവില്ല. അതാണ് ഞങ്ങള് പിന്നെ യവന് കഴിവില്ലാത്തവന്മാരെടുക്കാൻ നോക്കിയപ്പോ കഴിവുള്ളവന്മാരൊക്കെ ഇവനെ കഴിവില്ലാത്ത കഴിവേറി നോക്കുന്നത്. സത്യം അങ്ങനെയാണ് ഇവൻ കഴിവില്ലാത്തവൻ കഴിവേറിയായി. അച്ഛൻ ത്രീസം ബോയ്സ് കയറല്ലേ? നമ്മുടെ റേഡിയോ എത്രയാണെന്നറിയോ? ഇല്ല, 33 കയറിക്കും, അല്ലെങ്കിൽ 405 കയറണ്ട. അത് വേറെ ഏതോ വലിയ ആൾക്കാരുടെ 33 കയറിക്കും. നിന്റെയൊക്കെ യഥാർത്ഥ റേഡിയോ മച്ചാനെ. അത് ഏതോ വലിയ ആൾക്കാരൊക്കെ ഉള്ള റേഡിയോ. ഡബിൾ കയറി. ആ അതിലുണ്ട്, ഞങ്ങളും വരാം. അങ്ങോട്ട് കയറാം, ഞാൻ ഞങ്ങളെല്ലാം അങ്ങോട്ട് ഉറപ്പായിട്ട് ഗ്യാങ്. നമുക്ക് വെള്ളത്തിൽ പോകാൻ വേണ്ടി പുള്ളി വണ്ടി ഓടിച്ചുള്ള പ്രശ്നം ഇതാ. ഹലോ ഹലോ നമ്മുടെ പുതിയ മെമ്പറാണ്. പുതിയ മെമ്പർ. കോർഡിനേറ്റ് വെൽക്കം. ഹലോ മറ്റേ ഞാൻ ഫെയർ ആയിട്ടൊരു വാണിംഗ് തരാം. ഇവിടുന്ന് വേണേന്റെ അടി വരും. അതൊന്ന് ഓർത്തേക്ക്. അതെ ഇങ്ങോട്ട് ഞാൻ പറട്ടെ, എന്നൊരു 3-4 വണ്ടി വളഞ്ഞിട്ട് ഇപ്പൊ ഇതാര് വിളിക്കുന്നേ? നമ്മുടെ ഫോർസമിലെ ആള് ഓർഡർ അല്ല, ത്രീസത്തിലെ ആള് വണ്ടി ഉണ്ടോ? റേഡിയോ കാണുന്നില്ല. റേഡിയോ അത്ര പിന്നെ റേഡിയോ നിന്റെയൊക്കെ വണ്ടി ഉണ്ടാ പറട്ടെ. വള്ളി റോഡിൽ തന്നെ വള്ളി റോഡിലോട്ട് വരാം. വള്ളി റോഡ് അവിടെ മറ്റേ ഡ്രസ് ഷോപ്പ് ഉണ്ടല്ലോ, ആ ഡ്രസ് ഷോപ്പിന്റെ അവിടെ ചുമ്മാ വണ്ടി വെച്ച് ഇറക്കിയാൽ മതി. അപ്പൊ വരും ഒരെണ്ണങ്ങള്. മാക്സിനെ പൊക്കാളെ ആളെത്തി. എന്റെ ഈ വണ്ടി മാത്രമേ ഉള്ളൂ കേട്ടാ, 2 സീറ്റർ മാത്രമേ ഉള്ളൂ. വെയിറ്റ് ഒരുത്തനെ പൊക്കിട്ട് നമുക്ക് മറ്റേവനും കൂടി എടുത്തോണ്ടും പോവാം. മറ്റവൻ ചത്ത വെള്ളത്തിൽ വീണ്. അവനല്ലേ നീന്തറിയില്ല പൊട്ടനാ.
കൊണക്കാൻ മാത്രമേ അറിയുള്ളൂ. ഹെലികോപ്റ്റർ വന്ന മനസ്സിലായില്ലേ? അപ്പൊ തന്നെ മനസ്സിലാക്കി. പിന്നെ പാവത്തിനകത്ത് ഇങ്ങനെ കൊണക്കാൻ മാത്രം കഴിവുള്ളതിന് നമ്മുടെ കൂട്ടത്തോടെ വെച്ചേക്കണ ആളെ. മനസ്സിലായി പോക്കണ്ട. ഹലോ ഞാൻ പറയാം എല്ലാത്തിലും ഒരു കൊണക്ക ഒരാളുണ്ടാവില്ലേ, അതിനുവേണ്ടി ഉപയോഗിച്ച സാധനമാണ് അവൻ. അങ്ങനെ അടുക്കാറൊന്നുമില്ല, എല്ലാം പാവം. എല്ലാം പാവങ്ങളല്ലേ. സഹോദര വെള്ളത്തിനകത്ത് കുഴപ്പമില്ല. ഒന്ന് കാണിച്ചു കൊടുക്കോടാ, ഒന്ന് കാണിച്ചു കൊടുക്കുക. ഏത് ഡോക്ടറെ വാ. ഞാൻ ഓൾറെഡി ഐഡന്റിറ്റി പറഞ്ഞു. ഇനി ഐഡന്റിറ്റി മാറ്റി പറഞ്ഞ ശോകമാണ്. ഡോക്ടറെ ചേടാ ഇത് തിരിച്ചു കയറാൻ നമുക്ക് പറ്റത്തില്ലേ? ആ ഓക്കെ. ഹലോ ബ്രോ, ഈ പരിന്തോഷം എന്ന് പറയുന്ന പുള്ളി ഉണ്ടാവോ? എന്തോ ഒന്ന് ഐഡന്റിഫിക്കേഷൻ ഒന്ന് ഇത് പറയാവോ? ഡാറ്റ ഒന്ന് പറയാവോ ബ്രോടെ? ഒരു ഉറപ്പ് വരുത്താനാണ്. ഓക്കെ. എന്റെ പേര് പരുന്തു വാസു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ് സിറ്റിയിൽ വന്നത്. ഞാനിവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെയല്ലേ എന്നല്ലേ ബ്രോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ലല്ലല്ല, എന്നെ അങ്ങനെ ആർക്കും അറിയാൻ വഴിയില്ല. ഞാനിവിടെ മറ്റേ കശുവണ്ടി കച്ചവടമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പാവം പിടിച്ച ആളാണ്. ഞാൻ അങ്ങനെ ഒറ്റ കാര്യം ചോട്ടെ, മറ്റേ ജെട്ടി കച്ചവടം നടത്തി മറ്റേ എലീഡ ആരും ഇല്ലല്ലോ അല്ലേ? കാരണം എന്നോട് മറ്റേ പാർട്ണർ ആവാൻ വന്നിരുന്നു. അപ്പൊ പറഞ്ഞായിരുന്നു പരിന്താസൂടെ എന്തോ എന്നെ എടുത്തിട്ട് മറ്റേ അമ്പത്തൂരൊക്കെ അടിച്ച് കളിച്ചാൻ അന്ന് അയലീനോട് മിണ്ടിന്ന് പറഞ്ഞിട്ട്. അയ്യോ എനിക്ക് അവരോട്ടൊന്നും യാതൊരു ബന്ധമില്ല. അപ്പം നമ്മൾ സിറ്റിയിലെ മറ്റേ വള്ളി ടീമുകളെ മറ്റേ മുക്തമാക്കുന്ന ഒരു സ്ക്വാഡാണിത്. പോലീസ് ഗവൺമെന്റ് ആയിട്ട് നമുക്ക് യാതൊരു പങ്കുമില്ല, മനസ്സിലായോ? നമ്മൾ സ്വന്തമായിട്ട് എല്ലാം അറിഞ്ഞ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓ നിങ്ങൾ പറഞ്ഞ ആളെ എനിക്ക് മനസ്സിലായി. മറ്റേ പൊട്ടവാസു എന്ന് വിളിക്കണ പുള്ളിയല്ലേ? അതാരാ? കത്തി എന്തൊരവസ്ഥയാണടാ ഇത്. എന്ത് മൈരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കഴിച്ചടാ. എന്റെ ഡിസ്കോഡ് ഇതായി പോയി കേട്ടാ. എന്റെ ഡിസ്കോഡ് പോയതാണടാ. 5M 4090. ഓ തുടങ്ങി വിവരമില്ലാത്തവന്മാര് തുടങ്ങി. വിവരമില്ലാത്തവന്മാര് എടാ 4090 അല്ലടാ കന്നക്കഴു ചക്കൻ പറ. 4090 അല്ലടാ. അവൻ്റെ 4090 എടാ ചെവി പോയി. ചെവി പോണം. പോക്കൃത്ര പറയണ പിന്നെ ചെവി പോണം. നിന്റെയൊക്കെ ചെവി പോട്ടെ. ക്യാം ഡൗൺ ആക്കുകടാ. ക്യാം ഇപ്പൊ ഇരിക്കുന്ന നല്ലൊരു പൊസിഷനിലാടാ. എന്റെ കംഫർട്ടബിളോട് നോക്കടാ പ്ലീസ്. ക്യാം ഡൗൺ ആക്കിയ ഷോക്കാണ്. അവിടെ ഇരുന്നോട്ടെ. നിന്റെയൊക്കെ ക്യാം നിനക്കൊക്കെ ഇരിക്കട്ടെ. കുറച്ച് അപ്പാക്ക് ഞാനേ ആക്ക എല്ലാം ഞാൻ ആക്കാം. ബ്രോയുടെ വോയിസ് സൗണ്ട് കുറയ്ക്കുവോ? എടാ ഇപ്പൊ എന്റെ വോയിസ് സൗണ്ട് കൂടുതലാണോ? ഞാൻ എന്ത് ഗൈസ് നിങ്ങൾ എന്നെ ഇങ്ങനെ
എടാ ഇപ്പൊ എന്റെ സൗണ്ട് കറക്റ്റ് അല്ലേ? പ്ലീസ് ഒന്ന് പറ. വോയിസ് ഓക്കെ, ഓൾ സെറ്റാണ്, ഇങ്ങനെ മതി. ഓക്കെ, ഇനിയും വന്നിരുന്ന് കൊണ പറഞ്ഞാൽ നിന്നെ എല്ലാം ഞാൻ കിണ്ടും, ഉറപ്പാണ്. എടാ തിരിച്ചെത്തുമ്പോ എന്റെ ഡ്രസ്സ് കാണുമെന്ന് തോന്നുന്നു കേട്ടോ. മൂഞ്ചി മൂഞ്ചി മൂഞ്ചി. ഹലോ 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 ഹലോ. ഞാൻ ഡ്രസ് ഇട്ടിട്ടില്ലല്ലോ അതിന്. ഒരു മിനിറ്റ് എന്റെ കണ്ണിനല്ലെങ്കിലും ഭയങ്കര പ്രശ്നം. ഞാൻ പറഞ്ഞു നിന്നോട് ആ കണ്ണു ചെക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ മുമ്പേ പറഞ്ഞ ആള് മറ്റേ കൊട്ടവാസം എന്ന് വിളിക്കുന്ന പുള്ളിയല്ലേ? നാട്ടുകാർ പരാഗമനം ചെയ്യും, നമ്മളങ്ങനെ ചെയ്യാറില്ല. മറ്റേ പാൽ കുടിക്കും പരാഗമനം ചെയ്യും, കേട്ടിട്ടുണ്ടല്ലോ? ഓ കേട്ടിട്ടുണ്ട് 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 കേട്ടിട്ടുണ്ട്. കൂട് വിട്ട് കൂട് മാറുന്നവരല്ലേ? ഒരു മിനിറ്റ്. നാട്ടുകാരുടെ ഫേമസ് ആണ്. ഹലോ ചോദിക്കട്ടെ മൈക്ക്, നീ എന്തിന്റെ അടുത്ത് സ്റ്റാഫ് സിറ്റി പോയിരിക്കണേ? നീ ഒന്ന് വെളിയിലിറങ്ങിയ കറങ്ങിപ്പോയതാ. ഒരുത്തമായി സൺഡേ ആണെങ്കിൽ ഒത്തില്ല. എന്താ പ്രശ്നം? ഉനക്ക് ചെല്ലക്കുട്ടി ഞാൻ വന്ന് എല്ലാമേ ചൊല്ലിത്തരാം, നോ ഭയം. ഡേ നിങ്ങളുടെ ഗ്യാങ്ങിൽ പെണ്ണുണ്ടോ? ഇല്ല, ഇത് 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 എന്നാലല്ലേ ആകർഷിക്കാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന്. ഇതിന് ഇവൻ കയ്യും പൊക്കി നടക്കണേ എല്ലാം പറഞ്ഞവനോട്. ഇതെന്താ അപ്പൊ മറ്റേതാണോ? LGBT വേണോ? ഞാൻ പറയാ ചത്തടക്കണ അതാണ്, ചത്തടക്കണ അതാണ്, മനസ്സിലായേ? ഇവ ഇതുവരെ പൊങ്ങിയില്ലേ ഇതുവരെ? അടുത്തവൻ ചത്ത്. ബ്രോ ഇങ്ങനെ ഇങ്ങനെ വരാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ വന്ന ഇനി ഓരോട്ടോടെ വന്നാൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും കേട്ടോ. എന്താണ് സംഭവിച്ചത്? ഹലോ ഹലോ ടീമിന്റെ ലീഡറാണിത്. ഹലോ ഹായ് 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 ഹായ്. എന്റെ പേര് ഡെക്കു. ഡെക്കു. എന്റെ പേര് പരുന്ത്. മച്ചാനെ അപ്പൊ പരുന്ത് വാസു എന്നാണല്ലോ അച്ഛന്റെ പേര്. നാട്ടിലൊക്കെ ഇങ്ങനെ പേര് ഇപ്പൊ യഥാർത്ഥത്തില് പേര് ഇപ്പം അതുൽ ജയദേവ് എന്നാണെന്ന് വിചാരിച്ചു. നമ്മള് ജയദേവ് എന്നല്ലല്ലോ വിളിക്കുന്നത്, അതുൽ എന്നല്ലേ വിളിക്കുന്നേ. അത് ശരിയാണ്. ഞാൻ പറയട്ടെ, ഈ 3 സെമിലോട്ട് കേറുമ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓ എന്ത് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സിമ്പിൾ ആയിട്ടേ പറയാം. ഞാൻ മച്ചാനോട് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ടോപ്പിക് പറഞ്ഞുതരാം. മച്ചാൻ ഇപ്പൊ അവിടുത്തെ ഡ്രസ് ഷോപ്പിൽ പോയി മച്ചാൻ ഒരാളെ ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്നത് കണ്ടു. മച്ചാൻ എന്തായിരിക്കും ആ കുട്ടിയോട് പോയി പറയുന്നത്? ആദ്യം നമ്മള് നമ്മുടെ മെയിൻ ടോപ്പിക് വള്ളി പിടിക്കുന്നവരെ ഇല്ലാതാക്കണം. അതാണ് ഉദ്ദേശം. വള്ളി പിടിക്കുന്നവരെ ഇല്ലാതാക്കണോ വള്ളി പിടിക്കണോ? എന്തോ വേണ്ടുന്നേ? അല്ല ഇങ്ങോട്ട് വള്ളി പിടിക്കുമെന്ന് അങ്ങോട്ട് തല്ലി വിടും. ഞാനൊരു കാര്യം മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞോട്. നീ ചെലക്കല കിടന്നിട്ട്. അതായത് മച്ചാനെ വള്ളി പിടിക്കുന്നവരെ നമ്മള് നശിപ്പിക്കുമ്പോ അതെന്തായി? വള്ളിയായി. വള്ളി പിടിക്കുന്നവരെ നശിപ്പിക്കുമ്പോ വള്ളിയായി. അതെ, ശത്രുവിന്റെ ശത്രു അല്ല മിത്രം. അത് വള്ളി പിടിക്കാൻ മച്ചാൻ എന്ത് പറയാ ഒരു കപ്പിൾസിനിടെ പോയിട്ട്? നീ കൈവന്തിക്ക് നിക്കടാ, നീ കൈവന്തിക്ക്. എന്താ കാണിക്കണേ? എടാ നീയൊക്കെ മൊണ്ണകളാണടാ. എടാ ഇങ്ങനെ ഗണ്ണേമിയടാ മണ്ടന്മാരെ. ഞാൻ ഗണ്ണേമി ഒരു വെട്ടിയെടുത്ത് ഞാൻ പോണേ. ഞാൻ ഇതിലില്ല. നിന്റെ പേര്? എന്റെ പേര് പരുന്ത്. എടാ മണ്ട, അങ്ങനെ ഗണ്യം ഏതൊരു പേര് വെക്കുമ്പോ ഒറിജിനൽ പേര് പറയാൻ പാടില്ല. സ്വന്തം പേര് പറയരുത്. കണ്ട, നീ ഇപ്പൊ റേഡിയോയിൽ കാണുന്നത് ഞങ്ങളുടെ ഒറിജിനൽ പേരല്ല, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എല്ലാ ഈ സിറ്റിയിലുള്ള ഏതൊക്കെ അണ്ണന്മാരുടെ പേരാ ഞങ്ങൾ ഇട്ടേക്കട. ഇതിന്റെ പേര് വിളിച്ചത് നമ്മൾ കൊടുക്കും. നിന്റെ പേര് മച്ചനെ പറയാൻ പറ്റില്ല. അത് ഏതോ വലിയ ഗാങ്ങിലുള്ള ഒരുത്തനാ, ഏതോ ഫാമിലിയിൽ വലിയ ആളാണ്. അല്ല, അവൻ ഏതോ ഫാമിലിയുടെ ലീഡറാ. ഇതൊക്കെ ഏതോ ഫാമിലിയിലെ തീറ്റങ്ങളാ. അല്ലല്ല, നമ്മളല്ല. മച്ചാൻ ഇപ്പം നിനക്ക് തോന്നുന്ന ഏറ്റവും വലിയ തീട്ടത്തിന്റെ പേര് പറ. ചേരണ പേര് മച്ചാനെ സ്വന്തം പേര് പറയാൻ പറ്റൂലേ? എനിക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു തീട്ടത്തിന്റെ പേര്. ഓക്കെ, പെണ്ണിന്റെ പേരെ കുഴപ്പമുണ്ടോ? ഇല്ല പ്രശ്നം. മച്ചാനെ എടുത്ത് നമ്മള് വാ കേറി 3 ബോയ്സിലേക്ക് വെൽക്കം. കമോൺ വാ പോരെ.
ഈ ബ്ലാക്ക് വണ്ടി നിന്റെയാണോ വണ്ടി നിന്റെയാണോ ഈ വണ്ടി നിന്റെയാണോ ഉറപ്പാണ് ഈ വണ്ടി നിന്റെയാണെന്ന് മച്ചാനെ ഇപ്പൊ മനസ്സിലായില്ലേ ഇനി മേലെ എടുത്തോണ്ട് പോ എടുത്തോണ്ട് പോ ഒറിജിനൽ ഇനി പരിസരത്ത് അടിച്ചിന്റെ കുണ്ടി അടിച്ചിരിക്കും കേട്ടല്ല പോയിട്ട് ആൾക്കാരെ വിളിച്ചോണ്ട് വാ, ചെല്ല് പോ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, എന്റെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ തോക്കില്ല, എന്റെ ഇത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രം. അത് പ്രശ്നമാണ് നീ ഒരു കാര്യം ചെയ്യ്. ഇത് ഒരു second. നീ ആ ഇതിന് തോക്കും approval ഉണ്ടോ? നിനക്ക് ഞാൻ ഈ തോക്ക് നീ ആ തോക്കുങ്ക ഒരെണ്ണം ഉണ്ടെങ്കിൽ എനിക്ക് തന്ന വലിയ ഉപകാരമായിരിക്കും കേട്ടാ. ഒരെണ്ണം അല്ല, നിന്റെ കയ്യിലിരിക്കുന്ന സാധനം ഇങ്ങോട്ട് വന്ന് ഇത് അങ്ങോട്ട് തരാം. അയ്യോ, ഇത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല. ഇതെനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. ഗൺ ഷോപ്പ് ഉണ്ടാവും. ഇതെനിക്ക് നിനക്ക് ഒരു ക്വസ്റ്റ്യൻ, ആ തോക്കിൽ എത്ര ഉണ്ട കയറും? ഈ തോക്കിലോ? ആ അയ്യോ, ഞാനിത് വെടിവെക്കാറില്ല. ഇത് നീ എന്തിനു തോക്ക് എടുത്തിട്ട് ആട്ടി കളിക്കുവോ? മണ്ടനാടാ നീ, തോക്ക് വെടിവെക്കാനുള്ള. മച്ചനെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും വെടി പൊട്ടിക്കാനുണ്ടെങ്കിൽ എന്റെ വലിയതുണ്ട്, വലുതുള്ളപ്പോ എന്തെങ്കിലും ചെറുതെടുക്കണം. വണ്ടി കയറി ഭാസ്കരാണ് ഞാൻ പോവാണ്. ക്രയോൺസിൽ കളർ ചെയ്തിട്ട് ചെറുതിൽ വെടിവെച്ച് പഠിക്കണം. എനിക്ക് ചെറുതിൽ വെടിവെക്കാനും വലുതിൽ വെടിവെക്കാനും അറിയാം. നമ്മള് മറ്റേ സ്ലേറ്റിലൊക്കെ എഴുതി പേനയിലെത്തി. ഇനി പേന മാത്രം വൺസ് നമ്മൾ പേന കൊണ്ട് എഴുതിയ പിന്നെ നീ ചോക്കും കൊണ്ട് എഴുതോ? ഇല്ല, പക്ഷെ ടീച്ചറായ എഴുതേണ്ടി വരും. ടീച്ചറായ ബോർഡിൽ എഴുതേണ്ടി വരൂലേ? ടീച്ചർ അല്ലല്ലോ ഞാൻ. അത് പറയേണ്ട കാര്യമില്ല. ലോജിക്ക് നമുക്കൊരു ജുവൽ റോബറി ഉണ്ടായിരുന്നു. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നിനക്ക് അതിലെ ലോജിക്ക് നിനക്ക് മനസ്സിലായില്ലല്ലോ. മനസ്സിലായി, ലോജിക്ക് മനസ്സിലായി. അല്ല, ലോജിക്ക് മനസ്സിലായി. എടാ മണ്ട, ലോജിക്ക് മനസ്സിലാവരുത്. ഇങ്ങനെയാണ് നമ്മൾ ഒരാളുടെ അടുത്ത് പോയി വള്ളി പിടിക്കേണ്ടത്. വണ്ടി കയറി കാണിച്ചു തരാം. നിന്റെ വണ്ടി ഉണ്ടോ? എന്റെ വണ്ടിയാണ് ചുവന്ന വണ്ടി, അവയിട്ട് ഓടിച്ചു കളിക്കണത്. വണ്ടി ഉണ്ടോ നിന്റെ? എന്റെ വണ്ടിയില്ല, ഈ ഒരു ഒറ്റ വണ്ടി ഉള്ളത്. അവനങ്ങ് മേടിച്ചോല്ലേ? സിറ്റിസൺ ആർപി അല്ലേ, ഞാൻ ഗ്യാങ് ആർപി ആയിട്ട് കളിക്കുന്നത്. ആർപി ആയിട്ട് എൻജോയ്. നീയും പോയി മേടിച്ചോ. നിന്നെ വിചാരിക്കണ്ട, നമ്മളെല്ലാം അങ്ങനെ വിചാരിച്ച അങ്ങനെ നടക്കുള്ളൂ. ചില്ലാവേ. നീ തിരിച്ചു വന്നെന്താ? പേരെന്തായിരുന്നു? എന്റെ പേരാ? എന്റെ പേര് മാക്സ്. ഓ, ഓക്കെ. പെട്ടെന്ന് പേര് എല്ലാവരുടെ കൂടെ പറഞ്ഞപ്പോ ഓർത്തിരുന്നില്ല. നീ ഓർക്കാതിരിക്കാനാണ് നല്ലത്. ഇല്ല, ഞാൻ അങ്ങനെ ഒറ്റൊന്നുമില്ല. അത് നീ പേടിക്കണ്ട. ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റത്തില്ല. എന്നാലും നമ്മൾക്ക് കൂടെ ഉള്ളവൻ ഒറ്റ കഴിഞ്ഞാൽ പിന്നെ അതെ. ഇങ്ങനെയൊക്കെയാണ് വള്ളി ഓടിക്കുന്നത്. അല്ല, ഇന്ന് മുതൽ നീ ത്രീസം വാസു. ഓ ശരി. എന്റെ വെടിവെക്ക ഒന്നുമില്ല കേട്ടോ. എനിക്കൊരു തോക്ക് ഒപ്പിച്ച് തന്നാ വലിയ ഉപകാരമായിരിക്കും. നിന്റെ കയ്യിലല്ലേ ഇപ്പൊ ചെറിയൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ, നിന്റെ സാധനം ഇല്ല അപ്പൊ? എടാ ബുദ്ധി ഇല്ലാത്തവനെ, എന്റെ ഇരിക്കുന്ന സാധനത്തിൽ വെടിവെക്കാൻ പറ്റൂല. അതിനകത്ത് ബുള്ളറ്റ് ഇല്ല. എടാ മണ്ട, പിന്നെ നീ എന്തിനാ അതായിട്ട് നടക്കണേ? ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇപ്പോ നമ്മൾ ഒരാളുമായിട്ട് പോയി വെടി പൊട്ടിയെന്ന് വിചാരിച്ചോ. അവൻ ഒരാളെ ഉള്ളൂ, നിങ്ങൾ രണ്ടുപേര് കണ്ണയും ചെയ്യുന്നു, ഞാൻ വിചാരിക്കും ഞാനൊരു കാര്യം ചോദിക്കുമ്പോഴോ എടാ മൊണ്ണ, ഇന്ന് മുതൽ നീ 360 കയറി കഴിഞ്ഞാൽ നീ ഇന്ന് മുതൽ വള്ളി പിടിക്കണം കേട്ടോ. നിന്റെ പൈസ ഒന്നുമില്ല. എന്റെ പൈസ ഉണ്ടല്ലോ, തോക്ക് മേടിക്കുന്ന കടയിലോട്ട് പോ. നീ മണ്ടനാണോ നീ? മണ്ട അന്ന ഇതല്ലടാ നിന്റെ അടുത്ത് ഞാൻ നേരത്തെ ചോദിച്ചത്. നമുക്ക് വെടിയോ അടിയോ അണ്ടിയോ എന്ത് വേണം ചെയ്യാം. പോ, വണ്ടി വിട്. വേണ്ട, ഞങ്ങൾക്ക് എന്റെ കണ്ണിലടാ മൊണ്ണേ. നിന്റെ അണ്ടിയില്ലേ? എന്റെ ഒരു പറയില്ല. നീ ഒന്ന് വണ്ടി കൺസോപ്പിലോട്ട് വിട്. ഞാൻ പോവാ. എടാ എന്റെ പൊന്നോ, ഒരുത്തിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത്രയും പാടോ? സത്യം. നിന്റെ പേരെന്ത്? നിന്റെ അല്ല, ഈ പുറകിരിക്കുന്നതിന്റെ പേരെന്ത്? കാല വിഷയം. എടാ ഇന്നത്തെ ദിവസം ഒരു മൂഞ്ചിയ ദിവസമാണല്ലോ. സത്യം. ഒക്കെ വണ്ടിക്ക് ഞാൻ പണ്ടത്തെ പോലല്ല, ഞാൻ ഭയങ്കര കൂളാ. നിങ്ങൾ അടിയാവൂല, നിങ്ങൾ ചില്ലായിട്ട് കാണ്.
അടിയാവില്ല. അവന് കുറച്ച് ഈഗോ പ്രശ്നമുണ്ട്. ചെറിയ മാറ്റിക്കോളാം. അടിയാവില്ല, ചിൽ. ഞാൻ പണ്ടത്തെ വാസുവല്ല ഇപ്പൊ. ഞാൻ ഭയങ്കര കൂളായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യണം, മനസ്സിലായി? കൂൾ. കൂൾ. കുറച്ച് പൂജ്യം കൂടുതലുള്ള കൂളാണ് ഞാനിപ്പോ. ഓടിയാണ് ഉണ്ടായല്ലോ, ഓടി ഓടി. മാക്സേ മാക്സ് ഡില്ലിടാ. എടാ പരുത്ത് മറ്റവൻ ഡൗൺ ഓ നല്ലായിരുന്നു. സന്തോഷം. അവൻ ചത്തില്ല, ആ റേഡിയോയിലില്ലെന്നേ ഉള്ളൂ. എവിടെ ആ പീടിയല്ല, ഈ മണ്ടന്റെ തോക്കുമില്ല. മണ്ടനെയൊക്കെ കൊന്നാ വന്ന് തോക്ക് മേടിക്കേ മണ്ട. ഓക്കെ വേണ്ട, ഞാൻ മേടിച്ചിട്ട് വരാം. വേഗം മേടിക്കും. എടാ മൊണ്ണ ഇവിടെ നിനക്ക് ബ്ലിപ്പും കാണുന്നില്ലേ? കണ്ണ് ചന്തിയിലാണോ നിന്റെ കണ്ണൊക്കെ? എടാ ഞാൻ മേടിച്ചോളാം. ഇവിടെ വന്ന് മേടിക്ക് നീ. മേടിക്കട്ടെ. AP പിസ്റ്റൽ വേണം, പിസ്റ്റൽ വേണം, വിന്റേജ് പിസ്റ്റൽ വേണം. ഏത് പിസ്റ്റൽ വേണം? AP പിസ്റ്റൽ നിനക്ക് വെടിവെക്കാൻ കഴിവുള്ള ഏതിനും നീ മേടിക്ക്. കഴിവില്ലാത്ത മാത്രം പറയത് കേട്ടോ. ഞാൻ മേടിക്കാം. കൂടെ ഉള്ളമാരൊക്കെ കഴിവില്ലാത്ത, എനിക്ക് മാത്രമേ ഇച്ചിരി കഴിവുള്ളൂ. അതിനാണ് ജീവിച്ചോ. ഓക്കെ. ഇത് മേടിക്കാൻ പറ്റില്ല, എൻ്റെ പൈസ ഇല്ലേ നോക്കട്ടെ. യു കനോട്ട് അഫോർഡ്. അയ്യോ കാശില്ല ഇവൻ്റെ അടുത്ത്, എങ്ങനെ കാശ് ചോദിക്കും? ചെക്കന് നല്ല ഇതാണല്ലോ. അതെ. അവന് മാക്സിമം പറയാൻ പറ്റണ കാര്യങ്ങളൊക്കെ അവൻ പറയാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കുറച്ചു നേരം നോക്കാം. വെയിറ്റ് ചെയ്യും. 30-70. നീയൊക്കെ എവിടാ? മോനെ പെട്ടെന്ന് ഗൺ ഷോപ്പിലോട്ട് വന്ന് ഒരു മിനിറ്റ് കട്ടിയല്ലേ. ക്യാമറ മാറ്റ്. നിന്റെയൊക്കെ കഴയുണ്ടല്ലോ, നിന്റെയൊക്കെ നിക്ക്. അവനെ നിങ്ങൾ കണ്ടില്ലല്ലോ. നിന്റെയൊക്കെ കഴപ്പ് ഞാൻ മര്യാദക്ക് അവിടെ വെച്ചിരുന്നായിരുന്നു. നിന്റെയൊക്കെ കഴ ചില്ലറ. എടാ വേഗം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കശുവണ്ടി കച്ചവടം ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോണ ഒരാളാണ്. ഞാൻ നീ എന്നോട് എപ്പോഴും കശുവണ്ടി കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞേ. എടാ നീ എപ്പോഴാ വന്നത്? നീ കേട്ടവന്മാരുതാ ഇവിടെ ഈ പുറകെ മുടി വളർത്തിയവനെ സാധനം വളർത്തിയവനൊക്കെ ചോദിച്ചു നോക്കി. നീ എന്നെ വണ്ടി കയറ്റിയത് ഞാനാണ്. അപ്പൊ നീ എന്റെ ആദ്യം പറയുന്നത് നീ പറ കശുവണ്ടി കച്ചവടം. ഈ കശുവണ്ടി നീ വണ്ടീന്റെ കേസ് പറ. കശുവണ്ടി കച്ചവടം ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കണവര് ഞാൻ അങ്ങനെയാണ് ജീവിച്ചു പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നീ ഇവിടെ നിന്നിങ്ങനെ പറയണം. നമുക്ക് വണ്ടി രേസ് ഇട്ട് പറയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ കയ്യില് പൈസ ഇല്ല. എടാ മൈ ഫ്രണ്ട് ഫ്രണ്ടിനോട് ഞാൻ അതിന്റെ പൈസ ഇല്ല, നിനക്ക് മേടിച്ചു. എന്റെ അനിയൻ വരുന്നുണ്ട്. അനിയൻ മേടിച്ചു തരും. അനിയന്റെ പേരെന്താ? അനിയന്റെ പേര് തോമസ്. തോമസ് ലില്ലി. ഇപ്പൊ മേടിച്ചു തരും. നമുക്ക് തോക്ക് മേടിച്ചിട്ട് ഉടനെ പോവാം. അല്ലല്ല, എന്റെ മറ്റേ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. അതായത് എന്റെ അണ്ടി ഫാക്ടറിയില് ലൊക്കേഷൻ ലീജൻ സ്ക്വയറിന്റെ ബാക്കിലുള്ള ഗൺ ഷോപ്പ്. എല്ലാരും പോന്നോ? ഒരു 5-8 പേര് പോരട്ടെ. വരൂ. അങ്ങേരെ കൂട്ടിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അനിയനിപ്പോ വരുമോ? നമുക്കില്ല വേഗം പോണം. അവന്മാർക്ക് ഇങ്ങോട്ട് വരാൻ പെട്രോൾ ഇല്ല. ഞാൻ ഫുഡ് കഴിക്കണം. ഇപ്പൊ എല്ലാം ചത്തത് വീഴും. എന്തേലും തിന്നട്ടെ. ഫുഡും വെള്ളമൊക്കെ എന്തായാലും ചാവാൻ പോകുന്നു. എന്തായാലും ഇവിടെ നടക്കണം. വീഡിയോ നമ്മളെ കൊണ്ടുപോകും കേട്ടാ. എടാ അനിയനെ വേഗം വിളിക്കടാ. സമയം. എന്റെ പൊന്നെ, ഇവൻ എവിടെ പോയി കിടക്കണമെന്ന് തിരക്കുള്ള ആൾക്കാരാണെന്ന് ഞാൻ അവനോട് ഓൾറെഡി പറഞ്ഞതാണ്.
പിന്നെ ഒന്ന് വിളിക്കട്ടെ ഒരു minute. നീ അനിയന്റെ നമ്പർ കേട്ടോ, ഞാൻ വിളിക്കാം. ഞാൻ വിളിച്ചു കോളിംഗ്. അല്ല മോനെ തോമസ് എടാ പെട്ടെന്ന് പോട്ടാ. തോമസ് അതെ അതെ അതെ. എന്നെ ഒരു കൊരകൻ സിംഹൻ എന്നൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. ഓക്കെ. അല്ല നിന്റെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നീ വാ. ഇവനെയൊക്കെ ഒരാവശ്യത്തിന് വിളിച്ചതും വരത്തില്ല. അതാണ് മെയിൻ. ഇവിടെ സിറ്റിയിൽ നമ്മൾ വെറുത്തു പോണതാണ്. ആവശ്യത്തിന് വിളിച്ച ഒരുത്തനും വരത്തില്ല. അല്ലാത്തപ്പോ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കും. 916 സെറ്റ്. ഇപ്പൊ പറഞ്ഞോട്ടോ. ഒരു സെക്കൻഡ് ഗൈസ്, ഒരു സെക്കൻഡ്. സ്റ്റീം ക്രോസ് എക്സ് ലോഞ്ച് പ്ലേ. ഞാൻ പണ്ടത്തെ പോലെ ഒരാളല്ല. നിങ്ങള് എന്റെ പൊന്നെ ഇത്ര നേരോട്ട് എത്തിയില്ലടാ. ഒന്ന് വാടാ, ഒന്ന് ഗൺഷോപ്പ്. എടാ നീ എത്തിയോ? മോനെ ഇത് നമ്മള് പുതിയൊരു ഗ്യാങ്ങിൽ കയറിയതാണ്. നമ്മുടെ പുതിയ കൂട്ടങ്ങളാണ്. നിന്റെ ചേട്ടനെ അല്ല, നമുക്ക് പറ്റിയ വർഗ്ഗങ്ങളാണ്, എനിക്ക് പറ്റിയ വർഗ്ഗങ്ങളാണ് കൊരങ്ങന്മാരുണ്ട് മാർഗം. സന്ദീപ് വർത്താനോടാ നീ ഇങ്ങനെ ഇവിടെ നിക്കുമ്പോ ഇവരെ അനുസരിച്ച് നിക്കണം. നീ അല്ലാതെ നമ്മളിൽ അങ്ങനെ മറ്റേ ലീഡർ മറ്റേ താഴ്ന്നവനൊന്നുമില്ല. അങ്ങനില്ല. നമ്മുടെ ആകെ കഴിവുള്ള കുറച്ച് ഒരു 5-6 പേരേ ഉള്ളൂ. ലീഡറൊന്നും ഇല്ലടാ ഇവിടെ. സംഭവം ഇല്ല. ഇല്ലടാ, നമ്മുടെ ലീഡർ ഇവിടെ ഇല്ല. നമ്മുടെ ലീഡർ അങ്ങനെ കുറച്ച് വലിയ ഡീലിങ്സ് ആണ്. തുടങ്ങിയത് വേറെ ഒരുത്തനാ. അവനില്ല ഇവിടെ. അവൻ സാൻഡിയിലുള്ള അവിടെ ഇല്ലെന്ന് തോന്നുന്നു. എന്താണ് നമുക്കൊരു മേടിക്കണോടാ. മേക്കപ്പ് ഇട്ടേക്കുന്നത് നിങ്ങള് എന്റെ വേഷം ഇട്. നീ കാശ് എടുത്തോണ്ട് വന്നില്ലേ? കാശ് എടുത്തോണ്ട് വന്നില്ലേ? ഇല്ല, കാശ് എടുത്തില്ല. ഹലോ, ഗൺഷോപ്പ് പെട്ടെന്ന് വണ്ടി എടുത്തോ. ഗൺഷോപ്പ് നമ്മുടെ പഴയ ഗൺഷോപ്പ് പെട്ടെന്ന്. എല്ലാരും ഒരു 2 ലക്ഷം രൂപ വെച്ച് നമുക്ക് ഇവരൊരു ഗണ്ണ് മേടിച്ചു. സാറിന്റെ പേരെന്താ? ഒരു ഗണ്ണ് മേടിക്കാൻ സഹായിക്കോ ഞങ്ങൾക്ക്? ഇവിടെ ഒരു കണ്ണാപ്പി എന്ന് പറഞ്ഞ ഒരു പൈല് വന്നിരുന്ന. ഇല്ല അവൻ ഗൺഷോപ്പ് കണ്ടിരുന്നോ? ഇല്ല. അവൻ ഡൂക്കിലല്ലേ പോകുന്നത്. ചിലവന്മാരെ വള്ളി തൂങ്ങി പോകുന്നില്ലല്ലോ. കുറവ്. എടാ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കണം, അല്ലാതെ അവർക്ക് വേണ്ടിയല്ല. എടാ എന്റെ കയ്യില് പൈസ കിട്ടിയില്ല കേട്ടോ. എന്റെ കയ്യില് പൈസ കിട്ടിയിട്ടില്ല. തൽക്കാലം അടുത്ത് നീ തോക്ക് മേടിക്കണ്ട. കഴിവില്ലാതെ മനസ്സിലായി. നീ ഇങ്ങോട്ട് വാ. എടാ മോനെ തോക്ക് മേടിക്കണം. തോക്ക് മേടിക്കാതെ എങ്ങനെ നമ്മൾ ഈ പരിപാടിക്ക് പോകും? ഇടിച്ചു കൊല്ലാനൊക്കെ പറഞ്ഞ എങ്ങനെയാണ്? കേക്കാവല്ലോ. ഒരു മിനിറ്റ്. എടാ പിസ്റ്റൽ മേടിക്കാനുള്ള പൈസ തരുമോ? പിസ്റ്റൽ മേടിക്കാനുള്ള പൈസ തരുമോ?
കിട്ടിയാ